പരിപ്പോടെയാണ്. അപ്പോൾ അതിനാദ്യം പച്ചമുളക്, ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യുന്നു, പച്ചമുളക് കുറച്ച് കട്ട് ചെയ്യുന്നു. കുറച്ച് കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഇങ്ങനെ ചെരിഞ്ഞ് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഈ വലുപ്പത്തിൽ ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണം. ഒത്തിരി വലുതാകാനും പാടില്ല, എന്നാൽ ഒത്തിരി ചെറുതാകാനും പാടില്ല. അപ്പോൾ ഏകദേശം 1/2 കിലോയുടെ പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഒരു 2 മണിക്കൂർ മുമ്പ് കൂത്ത് വെച്ചിരിക്കുന്നു. കൂത്ത് വെച്ചത് ഞാൻ വീണ്ടും കാണിക്കാം. ഈ പരുവത്തിൽ അരിയണം. ഇതുപോലെ ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ നമുക്കിനി ആവശ്യമുള്ളത് ഉപ്പ്. അതൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് കാണിച്ചു തരാം. പരിപ്പ് ഏകദേശം ഇതുപോലെ നമ്മൾ മിക്സിക്കകത്ത് ചെറിയ ജാറിൻ്റെ അകത്ത് ചതച്ച് വെച്ചതാണ്. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. മിക്സിയുടെ ചെറിയ ജാറായിരിക്കും നല്ലതല്ല. ഒത്തിരി ആയി കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കാൻ ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മിക്സിക്കകത്ത് ചതച്ച് വെച്ച പരിപ്പാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇനി ഉപ്പ് ചേർക്കണം, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കണം. അപ്പം ഞാൻ പരിപ്പിൻ്റെ അകത്തോട്ട് ഇഞ്ചി, ഉള്ളി, അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക് ആവശ്യത്തിന്. ഇപ്പോൾ ചിലർക്ക് എരിവ് കുറച്ച് മതിയായിരിക്കും, ഓരോരുടെ ഇഷ്ടം അനുസരിച്ച് പച്ചമുളക്. ഇതിനകത്ത് ശകലം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമണം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണേ. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിനിട്ട് ഇളക്കി നോക്കിയതിന് ശേഷം ഇടുക. പച്ചമുളക് കുറച്ചുകൂടെ ഒന്ന് തോന്നും. ആവശ്യത്തിന് നോക്കിയിട്ട് അതുപോലെ ഉപ്പൊന്ന് നോക്കട്ടെ. പോരാ. നന്നായിട്ടൊന്ന് ഞെരടിയാലേ ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതിൻ്റെ പിടിച്ച് ചേർന്നോ. അത് നോക്കിയപ്പോൾ കുറച്ച് പച്ചമുളകുടെ ആവശ്യമുണ്ട്, എരിവ് കുറവാണ്. അപ്പം അതുകൂടെ ചേർത്തിട്ട് നമുക്ക് പയ്യെ ഉരുള പിടിച്ച് എണ്ണയ്ക്കകത്തോട്ട് ഇടാം. കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. പക്ഷേ കറിവേപ്പില ഇനിയിപ്പോൾ ഇല്ല. ഉള്ളത് വെച്ച് നമുക്ക്
വെണ്ടാറായി വരും, അന്നേരം പറയാം. പോയെന്ന് തോന്നുന്നു. പിടി റോസ് പോലത്തെ ഞെക്കിയാൽ മതി. ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. ഓണാക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പുണ്ട്. പരിപ്പോട് വറുക്കാനുള്ള എണ്ണ അടുപ്പ് വെച്ച് ചൂടായോ നമുക്കൊന്ന് നോക്കാമേ. ശകലം ഇട്ട് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുള പിടിച്ചിട്ട് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ പിടിച്ചിടാം. ആദ്യം ഇങ്ങനെ ഉണ്ട പിടിക്കുക, എന്നിട്ട് കയ്പ് പത്തിയിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക്, അപ്പോൾ ആവശ്യത്തിനുള്ള വലിപ്പമായെങ്കിൽ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നിടുക. ഒറ്റ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. നല്ല ഷേപ്പിൽ വന്നോളൂ. പൊടിഞ്ഞു പോകാതെ സാവധാനം ഇട്ടാൽ മതി. ഇത് ഇട്ട് നല്ലപോലെ നല്ല ചൂടായിട്ട് നിൽക്കണേ. എന്നിട്ട് വേണം ഇപ്പോൾ ആവശ്യത്തിനുള്ള ഇട്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ട് നോക്കണം. നമുക്കതിങ്ങനെ ഓരോന്നോരോന്ന് ഒന്ന് മറിച്ച് നോക്കണേ. പൊട്ടിപ്പോകാതെ സാവധാനം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ആയിട്ടില്ല, നല്ല ചൂടിൽ നിൽക്കുന്നു. ഒരു 5-10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഓരോ വശവും മറുവശവും ഓരോ മൂക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കോരിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പരിപ്പുവട ഏകദേശം ഒരു പരുവത്തിലേക്ക് എത്തുന്നുണ്ട്. നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി മറിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകവശം നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല. അകത്ത് ചിലപ്പം മൂപ്പ് ശരിയായി കാണുകയില്ല. നമ്മൾ മൂപ്പെന്ന് വിചാരിച്ചെടുത്ത് കഴിയുമ്പോൾ അകം മൂപ്പ് കാണുകയില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറാകാനുണ്ട്. ഈ കുമളയൊക്കെ ഒന്ന് മാറി ഒന്ന് തെളിഞ്ഞു വരണം. ഒടുവിൽ നികൃഷ്ടം പറഞ്ഞ പോലെ മൂത്തോട്ടെ ഇത് ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കോരി കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് ആദ്യത്തെ ട്രിപ്പ് കോരിയെടുക്കാൻ പോവുകയാണ്. കോരിയെടുക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തീയ് കുറച്ചിടാം.
ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് നമ്മൾ ഒരു 2, 4, 5, 6 ഒരെണ്ണം കൂടി ഇടാമെന്ന് തോന്നുന്നു. അടുത്ത ട്രിപ്പ് ഇടുവാണ്. എണ്ണ നല്ലപോലെ ചൂടായി വേണം ഇടാൻ. അങ്ങനെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. വരുന്നുണ്ട് കാണാം. ഒടിഞ്ഞു പോകാതെ ഒന്ന് സൈഡിലേക്ക് മാറ്റി അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊന്ന് കോരിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു ട്രിപ്പ് കൂടെ നമുക്ക് ഇടാനുള്ളത് ഉണ്ട്. അടുത്ത ട്രിപ്പ് നമ്മളിട്ടത് ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം കുമ്പളയൊക്കെ പതവും എല്ലാം വരുന്നു. അത് കുറച്ചുകൂടെ ഒന്നാകാനുണ്ട്. ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കുക. കൂടിപ്പോകാതെയും കുറഞ്ഞു പോകാതെയും ശ്രദ്ധിക്കുക. ആവശ്യം മൂത്ത് കിട്ടണം. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴായിരിക്കും ആകാശം മൂത്തിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവും. പുറവശം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കത്തോണ്ട്. ഉള്ളിയൊക്കെ നന്നോടെ ഏകദേശം ഒരു മൂത്ത് കരിഞ്ഞ പോലെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആകാശം ചിലപ്പോൾ മൂത്തിട്ടുണ്ടാകില്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് എടുക്കണം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടാം ട്രിപ്പ് ഇട്ടത് നമ്മൾ കോരി എടുക്കാൻ പോവുകയാണേ. കയറും ഉള്ളി നമുക്ക് തീ കുറച്ചിടാം. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. എണ്ണയൊന്ന് വാങ്ങുന്നിട്ട് കഴിയുമ്പോൾ നല്ല പടപടാന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. കരമുറ നമുക്ക് കടിച്ച് തുടച്ച് തിന്നണം. ഈ സമയത്ത് തീ കുറച്ച് വെക്കാം. നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടെ നമുക്ക് ഇടാനുള്ളതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ചെറിയ പഴമൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ലല്ലോ. അതിൻ്റെ റോസ്റ്റാണെങ്കിൽ റോസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി തന്നെ കഴിക്കണം. അന്നേരം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടും എല്ലാം തീരും കഴിച്ചു കഴിയുമ്പോൾ. നല്ല കറുമുറാന്ന് ചായയും കൂടെ. അങ്ങനെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ചായ, പഴം, ഈ പരിപ്പുവട എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് സൗണ്ട് കേട്ടോ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കഴിച്ച് മുറിച്ചങ്ങ് തിന്നാൽ മതി.